Good morning, all of you. നമസ്കാരം എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവുക. Thank you so much for being here and welcome to our second graduation podcast. നമ്മുടെ 2025 ഒരു വർഷം മികച്ച ഒരു ഫോക്കസിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഫോക്കസീകരിക്കുകയും ചെയ്യാം. നമ്മൾ ഓരോ ഗോളിലേക്കും ഫോക്കസീകരിക്കുകയും ചെയ്യുന്ന ഒരു ഡിസ്കഷനാണ് പറയുന്നത്. ഡിസ്ട്രാക്ഷൻസ്, ഡീവിയേഷൻസ് എന്നിവരെ നമ്മളെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളോട് അതിന് കണ്ണിന് ശ്രദ്ധയോട് കൂടി നിൽക്കാം, കാതിന് ചെറിയ ശ്രദ്ധയോട് കൂടി നിൽക്കാം. അതേപോലെ തന്നെ എന്റെ എമോഷനുകളെ ശ്രദ്ധയോട് കൂടി നിൽക്കണം. ഇതൊരു എല്ലാവർക്കും ഇത് സാധിക്കും ചോദിച്ചാൽ എല്ലാവർക്കും സാധിക്കും. ഒരു ടോട്ടൽ കൺട്രോളിലേക്ക് ഒരു ഹ്യൂമൻ ബീയിങ് ഡെവലപ്പ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഡീവിയേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുമ്പോൾ, ഡീവിയേറ്റ് ആകുന്ന ഡിസ്ട്രാക്റ്റഡ് ആകുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, ആ മനസ്സിലാക്കിയ ഡീവിയേഷൻസ് ഏത് പോയിന്റിലാണ് ഞാൻ ഡീവിയേറ്റ് ചെയ്യുന്നത് എന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ്. എന്റെ ഡിസ്ട്രാക്ഷൻസും ഡീവിയേഷൻസും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക്, മനസ്സിലാക്കിയ ആളുകൾക്ക്, റിയലൈസ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഫോക്കസിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ കടക്കാൻ ചെയ്യുന്നത്. നമ്മള് പോസിറ്റീവായിട്ടുള്ള ഡീവിയേഷനെ കുറിച്ച് പറയും, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡീവിയേഷനെ കുറിച്ച്. ഒരാൾക്കൊരു ഫോക്കസ് ഉണ്ട്, ആ ഫോക്കസിന് പോസിറ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും. ജലസി ഉള്ള ഒരാള്, അസൂയ ഉള്ള ഒരാള്, അല്ലെങ്കിൽ ഗ്രീഡ്, അത്യാഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചു അയാൾ ഗുണകാംക്ഷ ഉള്ള ഒരാളാണെന്ന സാധ്യത താരതമ്യം പറയും. മറ്റൊരാളുടെ നന്മയിൽ അസൂയ ഉണ്ടാവുകയും, മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയ ഉണ്ടാവുകയും, മറ്റൊരാളോട് അസൂയ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചു അയാൾ പോസിറ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മളുടെ ഫോക്കസിന്റെ ചേഞ്ച് പ്രോഗ്രസീവായിട്ട്, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്യണമെന്ന്. ഇത് രണ്ട് രൂപത്തിലും നമ്മൾ ആലോചിക്കും. ഒന്ന്, നമ്മൾ മറ്റുള്ള ആളുകളെ പ്രോഗ്രസീവായി പ്രോഡക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതല്ല, മറ്റുള്ള ആളുകളെ കിട്ടിയ അവസരത്തിൽ വലിച്ചു താഴെയിടാനാണ് ശ്രമിക്കുന്നത്. ഞണ്ടിന്റെ സ്വഭാവം പോലെ, ഞണ്ടിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയും. പണ്ടാരോ സായിപ്പ മാർക്കറ്റിൽ പോയ സമയത്ത് ഞണ്ടുകളുടെ കൊട്ട നോക്കിയപ്പോ എല്ലാ രാജ്യത്തും ഞണ്ടുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഞണ്ടിനെ കൊട്ട അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് ഒരു ഞണ്ട് പോലും പുറത്തു പോകാനുള്ള സാധ്യതയില്ല. കാരണം ഏതെങ്കിലും ഞണ്ട് വലിഞ്ഞു കയറി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ, രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ ബോട്ടിൽ ഞണ്ടുകൾ വെച്ച് താഴെ എന്നതുപോലെ ഗ്രീഡി ആൻഡ് ജലസി ആയിട്ടുള്ള ആളുകൾ തമാശയായിട്ടൊരു കഥ പറഞ്ഞു. അപ്പോ ഗ്രീഡി ആൻഡ് ജലസി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുത്തരും രക്ഷപ്പെടാൻ സമ്മതിക്കും, ഒരുത്തരും ഉയരാനും സമ്മതിക്കും, ഒരുത്തരും വളരാനും സമ്മതിക്കും. അതിന് അവിടെ എല്ലായിടത്തും ജലസിനെസ് കൊണ്ടുവരും, ഗ്രീഡ് കൊണ്ടുവരും. ഇതേ ക്യാരക്ടർ എനിക്കുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ടത്, ഇത് എനിക്കുണ്ടോ, എനിക്കില്ല, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എനിക്ക് അസൂയ ഉണ്ടോ എങ്കിൽ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ ഉണ്ടോ എങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട്
ഒരാൾക്ക് നല്ല ഒരു പോസിബിളായ ഡൈവേർഷനോ ഡിസ്ട്രാക്ഷനോ നടത്താൻ നമുക്ക് സാധിക്കില്ല. അവരിപ്പോ പോകുന്ന പോലെ പോയിക്കോട്ടെ, ചെയ്യുന്ന പോലെ ചെയ്തോട്ടെ. എന്റെ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വഴി അറിഞ്ഞിട്ട് പോലും ആ വഴി നിങ്ങൾക്ക് രക്ഷപ്പെട്ടോളും, നമ്മളെന്തിനെ പുറത്തെ എന്നൊക്കെ പറഞ്ഞ ആളുകളെ മെല്ലെ സൂത്രത്തിൽ ഒരു ഒഴിവാകുന്നതാണ്. അതിനേക്കാൾ അപ്പുറത്താണ് വഴി തെറ്റിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. ജീവിതത്തിൽ രക്ഷപ്പെടാനായിരുന്നാലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണെങ്കിലും തെറ്റിച്ചു പറഞ്ഞു. പക്ഷെ അവരും ഈ BDM ജലസി ആയിട്ടുള്ള ആളുകളുടെ സീക്രട്ട് ചോദിച്ചിട്ടുള്ള ഇന്റർവ്യൂസ് വളരെയിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് 100% ആളുകളെ അവരുടെ സീക്രട്ട് ഓഫ് സക്സസും ആ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. അങ്ങനെ തെറ്റിദ്ധരിക്കുക നമ്മൾ ചെയ്യും. 100% ഒരു സീക്രട്ട് ഓഫ് സക്സസ് എടുത്ത് പറയാൻ കഴിയും, സൈക്കോളജിക്കലി പറയാൻ കഴിയും. കാരണം ദർ ഈസ് ഒരു സിംഗിൾ പോയിന്റ് ഓഫ് സീക്രട്ട് ഓഫ് സക്സസ് ഇല്ല. ഇറ്റ് ഈസ് എ കളക്റ്റീവ് എഫേർട്ട്. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടിനാണ് സീക്രട്ട് ഓഫ് സക്സസ് വരുന്നത്. അതാവോ അവർ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റ് പറഞ്ഞാൽ ഒരാൾ ആ സിംഗിൾ പോയിന്റ് മാത്രം വർക്ക് ചെയ്താണ് വി വിൽ നോട്ട് സക്സീഡ്. ഫോർ എക്സാമ്പിൾ ഡ്രീം, ഗോൾ, പ്ലാൻ, ആക്ഷൻ, ഈ 4 ഏരിയയിൽ അയാൾ പറയുക ഡ്രീം ഉള്ള ഒരാൾക്ക് മാത്രമേ, സ്വപ്നമുള്ള ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നില്ല, അയാൾ സീക്രട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അയാൾക്ക് അതിന് സമാനമായ ഗോളുകളും അതിനനുസൃതമായിട്ടുള്ള പ്ലാനും ആക്ഷൻസും ഒക്കെ ഉണ്ടായാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചാൽ ജലസി, അസൂയ അല്ലെങ്കിൽ ഗ്രീഡ്, സത്യാഗ്രഹം പോലുള്ള സ്വഭാവം ആളുകൾക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കുണ്ട് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ, അതിനെ റാഡിക്കേറ്റ് ചെയ്യാൻ എന്തുമാത്രം ശ്രമിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ ഗുണകാംക്ഷിയായി മാറുവാൻ സാധിക്കും. അപ്പൊ ഒരാളുടെ ഗുണകാംക്ഷിയായി മാറാൻ സാധിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ഫോക്കസിനകത്തെ പോസിറ്റീവായ, പ്രോഗ്രസീവായ, പ്രൊഡക്റ്റീവായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഡിസ്ട്രാക്ട് ചെയ്യാനോ ഡൈവേർട്ട് ചെയ്യാനോ ഡീവിയേറ്റ് ചെയ്യിക്കാനോ സാധിക്കുന്നത് എന്നതിന്റെ അർത്ഥം. ഇനി ആളുകൾ ഡീവിയേറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ജലസിനെസ് കൊണ്ടോ ഗ്രീഡ്നെസ് കൊണ്ടോ സത്യാഗ്രഹം കൊണ്ടോ അസൂയ കൊണ്ടോ ആളുകളെ ഡൈവേർട്ട് ചെയ്ത് അതൊന്നും നീ ചെയ്യണ്ടടാ, അതൊന്നും മാർക്കറ്റിൽ വർക്കൗട്ട് ആവില്ല, അതൊക്കെ എത്ര ആളുകൾ ചെയ്ത് പയറ്റി പൊളിഞ്ഞതാണ് എന്ന് പറഞ്ഞ് നെഗറ്റീവായി ഡിസ്ട്രാക്ട് ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് നിശ്ചയിച്ചു. അവർക്ക് ഗുണകാംക്ഷ ഉണ്ടാകും. ഇത് നമ്മൾ എത്ര ആളുകളെ കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പലരും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ബട്ട് ബിലീവ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ദാറ്റ്സ് യു, ദാറ്റ്സ് മീ. അത് നമ്മളാണോ, നമുക്കതുണ്ടോ എങ്കിൽ അവിടെയാണ് നമ്മൾ റിയലൈസേഷനൊക്കെ എൻട്രി ചെയ്യുന്നത്. നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വർഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതിന്റെ ശത്രുവായ ഡിസ്ട്രാക്ഷനെ, ഡീവിയേഷനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള പുള്ളിങ് ആയിട്ട് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കളയുന്ന എല്ലാ തരത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്ന് എക്സിറ്റ് അടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ജോലി. അവിടെ ശത്രുവിനെ ബന്ധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഫോക്കസിനെ തുറന്നു വിടുകയും ബാക്കിയുള്ള ഡൈവേർഷനെയും ഡീവിയേഷനെയും ഡിസ്ട്രാക്ഷനെയും ഒക്കെ പൂർണ്ണമായി ചങ്ങലക്കിടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഫോക്കസ് എക്സ്പെക്ടഡ് ഡേറ്റിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. പല ഡിസ്ട്രാക്ഷൻസും നമ്മുടെ എക്സ്പെക്ടഡ് ഡേറ്റിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കാതിരിക്കുകയും എൻഡ് അപ്പ് ചെയ്യുന്നത് ഒരു എഗെയിൻ എ ഫ്രസ്ട്രേഷൻ, എഗെയിൻ എ സാഡ്നെസ്, എഗെയിൻ എ ഡിസപ്പോയിന്റ്മെന്റ്, എഗെയിൻ എ അൺഹാപ്പി മൂഡ്, എഗെയിൻ എ ക്രൈം മൂഡ്, എഗെയിൻ എ ഡിപ്രഷൻ മൂഡ്. വൈ ഷുഡ്, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആവുന്നു? അവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത് നമ്മളുടെ ഡിസിഷന്റെ മുകളിൽ, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിസിഷന്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ നമ്മള് 11 ദിവസമായി തുടർച്ചയായിട്ട് നമ്മള് ഫോക്കസ് അല്ലെങ്കിൽ ഇയർ ഓഫ് ഫോക്കസിനെ കുറിച്ച് സംസാരിക്കും. 1-ാം തീയതി നമ്മൾ സംസാരിക്കുന്നത് 11-ാം തീയതി. ഇയർ ഓഫ് ഫോക്കസ്
എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യണമെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് വേറെ, ഇമോഷണൽ ഫോക്കസ് വേറെ, ലേണിംഗ് ഫോക്കസ് വേറെ, അതേപോലെ തന്നെ ഫുഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫോക്കസ് വേറെ, ഫാമിലി ഫോക്കസ് വേറെ, ജോബ് ഓർ കരിയർ ബിസിനസ് ഫോക്കസ് വേറെ, ഫിനാൻഷ്യൽ ഫോക്കസ് വേറെ, any other achievements and creational focus on another. So prepare this all goals and focus on that. So ഇവിടെ നമ്മള് ജലസി, അസൂയ, ഗ്രീഡി, ഇന്നലെ ഒരാൾ പറഞ്ഞു സ്വന്തം മാതാപിതാക്കൾക്ക് അസൂയ ഉണ്ടാവും. ഇറ്റ്സ് പോസിബിൾ. അങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട്. എല്ലാവരും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ മാതാപിതാക്കളിൽ പെടും. തിങ്ക് അഗെയിൻ. സോ നമ്മൾ അങ്ങനത്തെ കുട്ടിയാണ്. തിങ്ക് അഗെയിൻ. നമ്മള് ഒരു റിയാലിറ്റിയിലെ ഫാക്ടറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. We are going to do. So let us be focused. So ultimately, focus എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡീവിയേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ഒരാളാണ്. ഡിസ്ട്രാക്ട് ചെയ്യാൻ തയ്യാറുള്ള, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ജലസി ആൻഡ് ഗ്രീഡി മോഡ് ഓപ്പൺ ആക്കി, ആക്റ്റീവ് ആക്കി, ഫുൾ ടൈം ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഫിയർ ഓഫ് ഫോക്കസിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല. Because universal law of compensation will work. Whenever you are doing such serious distractions and deviations to the people's life, if it is negative and the law of compensation will work on you and it will affect on you, നിങ്ങളും അതുപോലെ നിങ്ങൾ ആളുകൾ നിങ്ങളെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. So be careful about these things. So be away from greediness and jealousy. നല്ല ഒരു വെൽവിഷർ ആവാൻ വേണ്ടി ശ്രമിക്കാം. I'm wishing you all the very best. Have a great day. And God bless. Thank you so much and love you all. And see you tomorrow morning. Same time. Thank you. Bye for now.